ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പിയിൽ യാത്രക്കാർക്ക് അപകടക്കെണിയൊരുക്കി ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടങ്ങളാണ് തുരുമ്പെടുത്തും തകർന്നും കിടക്കുന്നത്. തകർച്ച തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും പരിഹരിക്കാൻ നടപടിയില്ലെന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഭൂരിഭാഗം ഇരിപ്പിടങ്ങളും തുരുമ്പെടുത്ത് തകർന്നും ഉപയോഗശൂന്യമായി മാറിയതോടെ യാത്രക്കാർക്ക് ഇരിക്കാൻ ഇടമില്ലാത്ത സ്ഥിതിയാണ്. പോരാത്തതിന് വലിയ അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ഇരിപ്പിടങ്ങളാണ് പരിപാലനമില്ലാതെയും കാലപ്പഴക്കം കൊണ്ടും തുരുമ്പെടുത്ത് നശിക്കുന്നത്. പലയിടത്തും ഇരിപ്പിടങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. ബാക്കിയുള്ളവയും എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലൊന്നായിട്ടും ഇവിടുത്തെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. സ്ഥിരം യാത്രക്കാരനാണ് പട്ടാമ്പി. പല വഴിക്കും പോകാൻ ഇവിടെ വരുമ്പോൾ സീറ്റുകളൊക്കെ വളരെ മോശമാണ്. ആൾക്കാർ ഇരിക്കുന്നത് പകുതിയിലധികം കേടുകളിൽ കിടക്കണം. അതൊന്ന് നേരെയാക്കാനുള്ളൊരു നടപടി നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാവണം. ചില ഇരിപ്പിടങ്ങളിൽ ഇരുന്നാൽ അവ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ ഭീതിയിലാണ് യാത്രക്കാർ. അശ്രദ്ധമായി ഇരുന്നാൽ മറിഞ്ഞു വീഴുമെന്ന് പരിക്കേൽക്കാനുള്ള സാധ്യത ഏറെയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ബൈറ്റ്. ബസ് സ്റ്റാൻഡിലെ ശോചനീയാവസ്ഥ റിപ്പോർട്ട് ചെയ്യാമെന്ന മാധ്യമപ്രവർത്തനം കണ്ടു. അതിയായ സന്തോഷം. അധികാരിക ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് പൊതുജനങ്ങളായ ഞങ്ങൾ കൂടി ആവശ്യപ്പെടുകയാണ്. കാരണം പട്ടാമ്പി താലൂക്ക് രൂപീകരിച്ചതിന് ശേഷം പട്ടാമ്പി ബസ് സ്റ്റാൻഡിൻ്റെ ഒരവസ്ഥയാണിത്. പൊട്ടിപ്പൊളിഞ്ഞ കസേരകൾ, അതുപോലെ തന്നെ യാത്രക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കുട്ടികളൊക്കെ വീണിട്ടൊക്കെ പരിക്ക് പറ്റാൻ ഇരുമ്പിൻ്റെ ഇതാണ്. ഒന്നെങ്കിലും ഇത് പൊളിച്ചു മാറ്റിയെങ്കിലും ചെയ്യണം. ആളുകൾക്ക് വെറുതെ നിൽക്കെങ്കിലും ചെയ്യാനോ. എന്തായാലും അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തട്ടെ. എന്തായാലും ബഹുമാനായ CP മുഹമ്മദ് MLA വികസനം കൊണ്ടുവന്ന് നിർമ്മിച്ച ഒരു ഇരിപ്പിടമായിരുന്നത്. വളരെ നല്ല രീതിയിൽ അദ്ദേഹം ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ചെയ്തതാണ്. ഇപ്പോഴുള്ള അധികാരികളും MLAക്കും ഇതിലൊന്നും തീരെ ശ്രദ്ധയില്ലാതെന്നു. എന്തായാലും പുതിയ നഗരസഭ അധികാരമേറ്റിട്ടുണ്ട്. TP ഷാജിയാണ് ചെയർമാൻ. ഒരു വികസന നായകനാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ദോഷകരമാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഇത് മാറ്റിയെടുക്കാൻ ഈ റിപ്പോർട്ട് സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ദിവസേന ബസ് കാത്തു നിൽക്കുന്ന ഈ സ്ഥലത്തെ ദുരിതാവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.